ഉണ്ടാക്കുന്നത് പച്ചക്കപ്പ വേവിച്ചതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ പച്ചക്കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അതിൻ്റെ ലെവലിന് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഈ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത്, ഫസ്റ്റ് അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. നെക്സ്റ്റ് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 1/2 സ്പൂൺ ജീരകം, 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്. അപ്പം ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഓക്കെ, കപ്പ ഏകദേശം വേവായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ അതിലുണ്ടായിരുന്ന വെള്ളം എല്ലാം മാറ്റി ഇത് കപ്പ ഊറ്റി വെച്ചിട്ടുള്ളതാണ്. കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ അടപ്പ് വെച്ചിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.